ഹായ് ഹലോ എം.ആർ. പൗൾട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ഇപ്പോൾ അത്യാവശ്യം ഞാൻ നമ്മളെ കോഴികളെ കൂടെ തന്നെയാണ് ചിലവഴിക്കുന്നത്. നമ്മളെ കൂട്ടിൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ ആയി ഓരോന്ന് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിച്ച് നിൽക്കലാണ്. പക്ഷേ അതിനുള്ളൊരു സമയവും കാര്യമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ഒഴിവ് കിട്ടുന്ന ദിവസമാണ് ഇതൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനിന്ന് അതിനായിട്ട് മെനക്കെട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കോഴികൾക്ക് പിന്നെ ഒരു ചെറിയ രീതിയിലൊരു കൂട് സെറ്റപ്പാക്കി. കൂടെന്ന് വെച്ചാൽ ഈ നമ്മളെ പിടക്കോഴികളില്ലേ, പിടക്കോഴികൾക്ക് വേണ്ടിയിട്ട് ഒരു കൂട് റെഡിയാക്കി എടുത്തതാട്ടോ. അത് ഇവർക്കൊന്ന് മുട്ടയിടാനും പിന്നെ ഒന്ന് അടയിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തത്. കുറേ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് ഇപ്പോൾ 2-3 കൂടല്ലേ ഉള്ളൂ, മരത്തിൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ അതിലൊന്നും എല്ലാ കോഴികളെയും കൂടെ വെച്ച് ഒന്നും അടയിരിക്കാനാണെങ്കിൽ അടയിരുത്താനും പിന്നെ മുട്ടയിടുന്നതും എല്ലാം കൂടെ നടക്കുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിറ്റുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറി മുട്ട ഇട്ടിട്ട് കാക്കയൊക്കെ കൊണ്ടുപോവുക. പിന്നെ അതുകൊണ്ടൊക്കെ കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണോ. പിന്നെ ഇവർക്കൊരു അങ്ങനെ എല്ലാത്തിനും ഓരോ കള്ളി ആക്കിയിട്ടൊക്കെ അങ്ങനെ ഒരു കൂട് സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അത് വിചാരിച്ചത് ഇങ്ങനെ നമ്മൾ മരത്തിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കള്ളിയാക്കിയിട്ടൊക്കെ ചെയ്തെടുക്കണം എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ വിചാരിച്ചാലും അങ്ങോട്ട് നടക്കാത്തതിനെ കൊണ്ട് താൽക്കാലികമായിട്ട് ഒരു സെറ്റപ്പ് എൻ്റെ ഐഡിയയിൽ ചെറിയ രീതിയിലൊരിത് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇപ്പോൾ 3-4 പിന്നെ ഇങ്ങനത്തെ ഹ്യൂറിഡീസ് ഇല്ലേ, ഈ സംഭവം എടുത്ത് വെച്ചിട്ട് ഇത് ഒരു ഇതാണ്, എന്താ പറയുക, മൾട്ടിവുഡ്, അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കാലൊക്കെ കൊടുത്ത് പിന്നെ അതൊന്ന് നിലത്തുനിന്നൊന്ന് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 3-4 ഇതിങ്ങനെ നമ്മളെ വീട് പണീൻ്റെ ബാക്കി വന്ന ഇതൊക്കെയാണ്, അത് പൊട്ടിയതായതൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. പുറകിൽ ഞാൻ 3-4 കഷ്ണം വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. ഒരു മറവായിട്ട് ഓരോ കള്ളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ കാർഡ്ബോർഡിൻ്റെ പെട്ടി അതിങ്ങനെ പൊളിച്ചതാക്കിയിട്ട് പേപ്പർ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി അഥവാ ഇത് പൊരുന്ന് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും വൈക്കോല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിലേ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 4 കള്ളിയാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്, ഉള്ളോട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, അവർക്ക് കയറി പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ മഴ പെയ്താലൊന്നും നനയാത്ത രീതിയിലാണ് ആക്കി വെച്ചത്. മൊത്തം കുറേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് മുകളിൽ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കും. കുറേ കഷ്ണങ്ങളൊക്കെ മുകളിലൊക്കെ എടുത്ത് വെച്ചിരിക്കും കേട്ടോ. വീണു കൊടുക്കാനൊക്കെ അത്യാവശ്യം നല്ല ഉറപ്പിലും സെറ്റപ്പിലും ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം താൽക്കാലികമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മതിയല്ലോ, ഒരുപാടൊന്നും ഇപ്പോൾ എല്ലാ കാര്യവും ഇപ്പോൾ പിന്നെ വിചാരിച്ച് നിൽക്കാനല്ലാണ്ട് പെട്ടെന്ന് നടക്കണമെന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ കുറേ ആയി വിചാരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. ഇന്നത്തെ ദിവസം ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളോട്ട് കാണുന്നുണ്ടോ, ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ, മനസ്സിലാവുമായിരിക്കും. പിന്നെ ഉള്ളോട്ട് നല്ല സ്പേസിൽ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് കയറിപ്പോയാൽ അതിട്ട് നല്ലോണം ഉള്ളോട്ട് കയറിയിരിക്കുക. ഇങ്ങനെയാണുള്ളത്. ഇവനിപ്പോൾ ഇവർ കയറുമോ എന്നുള്ളതൊന്നും അറിയില്ല. കുറേയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഓരോ കഷ്ണങ്ങളും കാര്യങ്ങളും എടുത്ത് വെച്ചതാണ്. ഈ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ, മഴ വന്നാലും നനയൊന്നുമില്ല, അതുപോലെ ഫുള്ള് താഴോട്ടൊക്കെ ഇതൊക്കെ ഇറക്കിയൊക്കെ ഇട്ടിക്ക്, നനയാണ്ടൊക്കെ തീരെ നനയൂല, നനവൊന്നും പറ്റൂല. പിന്നെ ഇത് പറന്നു പോകാണ്ടിരിക്കാൻ വലിയ കഷ്ണവും ഇത്തിരി കനമുള്ള വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. മുന്നോട്ട് കുറച്ച് ചാക്കൊക്കെ കൂടെ തൂക്കിയിട്ടതാണ്. കാരണം ചിമ്മാനിയോ അങ്ങനത്തെ സംഭവമൊന്നും അടിച്ച് കയറണ്ടെന്ന് വെച്ചിട്ട്. ഇനി ഒരു മഴയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നോക്കിയാൽ അറിയാം ഇതിനിപ്പോൾ എന്തെങ്കിലും
ഇത് ഒന്നുകൂടിയൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരുക്കിയൊരു കൂടിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു താൽക്കാലിക കൂടാണ്, കുറച്ചുകൂടി ഓരോന്ന് റെഡിയാക്കി എടുക്കണം എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കോഴീനൊക്കെ വളർത്തുന്ന ആളുകൾ ചെയ്യുന്ന രീതിയെ. ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കൂടൊക്കെ ഒരുക്കി വെച്ചാൽ കോഴികൾ അതിൻ്റെ അകത്ത് അങ്ങ് കയറിയിരുന്നോളൂ. അപ്പോൾ അടയിരിക്കുന്നേറ്റങ്ങളാണെങ്കിലും അതിൽ തന്നെ കയറിയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല, മുട്ട ഒന്നായി പോവുകയില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കൂട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കൂട്ടിൽ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ഈ കോഴികൾ ഇടുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയും മറിയുകയും ചെയ്താൽ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുപോവുകയില്ല, മര്യാദയ്ക്ക് ചൂടും കിട്ടും, എല്ലാം കിട്ടും. ഇത് കൂട്ടിൽ വെക്കുന്ന സമയത്ത് ഇവർ അനങ്ങുന്ന സമയത്തൊക്കെ ഒന്നോ രണ്ടോ മുട്ടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി ഐറ്റങ്ങൾ പിന്നെ അടുപ്പിച്ച് വെക്കില്ല. അങ്ങനെ ഞാൻ വന്ന് നോക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കാണലുണ്ട്. എന്നാൽ ഞാൻ കൂട്ടിൽ അട വെച്ചതിന് ചകിരി കൊണ്ടൊക്കെ ഒരു വട്ടട്ട് ഇതാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ലേ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ അതിറ്റുങ്ങൾക്ക് മാത്രമായിട്ട് കയറി ഇരിക്കുകയും ചെയ്യാം, ഇരിക്കുന്നേറ്റുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യാം. എന്നാൽ ഈ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുകയില്ല, അതാകുകയില്ല, ഉരുണ്ടുപോവുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, മര്യാദയ്ക്ക് ഇരിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇങ്ങനെ കോഴീനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലൊന്ന് കയറ്റി നിർത്തി നോക്കിയാൽ അറിയാം. 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് മടിച്ച് നിൽക്കുമെങ്കിലും പിന്നെ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കയറിക്കോളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് നമ്മളെ മരത്തിൻ്റെ കുറച്ച് ഇതൊക്കെ വാങ്ങിയിട്ട് മരത്തിൻ്റെ പട്ടിക കഷ്ണമൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ ഒക്കെ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ കുറച്ചുകൂടി ഉയരത്തിലാക്കിയിട്ട് ഇങ്ങനെയല്ല നിലത്ത് വെച്ചിട്ടല്ല, കുറച്ചൊരു ഉയരത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലൊരു കൂട് ഒരുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എനിക്ക് കുറേ പണിയുണ്ട് ഇവിടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കോഴിന് എന്തായാലും കൂട്ടി കൊണ്ടുവരിക എന്നല്ലാണ്ട് കുറയ്ക്കാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് കൂടും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. മുട്ട ഇടാനുള്ള സൗകര്യവും പൊരുത്തിൽ വെക്കാനുള്ള സൗകര്യവും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നോടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഞാനിപ്പം അങ്ങനത്തെ ഒരു പരിപാടി വിചാരിക്കുന്നുണ്ട്, ഒന്ന് ചെയ്യണം. അതാണൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കോഴിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങളും കുറച്ച് എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ബാക്കി ചുറ്റുപാടൊക്കെ ഈ വലയൊക്കെ താന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ എന്തൊക്കെയോ ഈ വള്ളിയും കാര്യങ്ങളൊക്കെ നമ്മളെ കാച്ചിലിൻ്റെയൊക്കെ വള്ളി കയറുന്നുണ്ട്. അപ്പോൾ അത് കയറുന്നതിനെ കൊണ്ടാടിയൊക്കെ താന്നു പോയി. അപ്പോൾ അതൊക്കെ ചുറ്റുപാടൊക്കെ റെഡിയാക്കണം, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ പോയാൽ കുറേ പരിപാടിയുണ്ട്. ഇപ്പോൾ കാടൊക്കെ നിറഞ്ഞങ്ങോട്ട് ഇതായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വിചാരിച്ച് അങ്ങനെ നിന്നാലും വലിയ കുഴപ്പമില്ല, നമ്മളെ വലയ്ക്കൊക്കെ ഒരു സേഫ്റ്റിയാണ്. അധികം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ഇതാകുമൊന്നുമില്ല, കയറാനൊന്നും വഴിയില്ല. മോനാട്ടോ ഈ തുമ്മുന്നത്, മോനെ എടുത്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ എന്തായാലും എനിക്ക് ഈ നെറ്റിൻ്റെ മുകളിലേക്ക് കയറിയ ഈ വള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറിക്കണം. അത് ഒക്കെ ഒന്ന് മാറ്റിയാലേ ഇപ്പോൾ, അല്ലെങ്കിൽ നെറ്റ് അങ്ങ് താന്നു പോകും. ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് നെറ്റ് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. നെറ്റ് താന്നാൽ എന്തെങ്കിലുമൊക്കെ മാന്തി പറിച്ച് കയറുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെയൊക്കെ താന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈ ഓലയും അങ്ങനെയൊക്കെ വീണിട്ട് കയറൊക്കെ പൊട്ടിയിട്ട് അതൊക്കെ ഒന്ന് കെട്ടാൻ പറ്റും പോലെ ഒന്ന് കെട്ടണം. എന്തായാലും ഒരു ദിവസം മെനക്കെട്ട് ഇതൊക്കെ ഒന്നുകൂടി ശരിയാക്കണം. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുമല്ലോ, ഒരാളും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മുകളോട് വലിച്ചൊക്കെ ഒന്ന് കെട്ടണം. താഴെയൊക്കെ ഇതിറ്റുങ്ങൾ തന്നെ ചിന്തിയിട്ട് ഇവിടെ ഇങ്ങനെ കുഴിയായി കിടക്കുന്നുണ്ട്. കുഴിയായി കിടക്കുന്നതിനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കുറച്ചുകൂടിയൊക്കെ ചിന്തി കുഴിയായി കഴിഞ്ഞാൽ അടിയിൽ കൂടെയൊക്കെ നൂണ്ട് പോകാൻ സുഖമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവലാക്കണം. കുറച്ചൊക്കെ ഞാൻ
കുഴിയുള്ളിടത്തിലൊക്കെ ഒന്ന് അടച്ച് കിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ഞായറാഴ്ച ദിവസം എന്തായാലും ഒരു കാര്യമായിട്ട് ഞാൻ എഡിറ്റുകളെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. നമ്മളെന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ പണി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ദിവസം ഞാൻ ഇന്നിപ്പോൾ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ മുട്ടയിടാൻ കയറി കുറേ എണ്ണം മുട്ടയിട്ട് നമ്മൾ BV380 കോഴികളൊക്കെ കുറേ മുട്ടയൊക്കെ ഇട്ടിരുന്നു രാവിലെ. ഒരു 6 എണ്ണം പോലെ ഞാൻ എടുത്തുകൊണ്ട്. ഇനിയിപ്പം ബാക്കി ആളുകൾ 4 കൂടി ഇടാനുണ്ട്. 10 കോഴിയാണല്ലോ ഉള്ളത്. അപ്പോൾ നാടൻ കോഴികളും മുട്ടയിടുന്ന തിരക്കിലാണ്. മുട്ടയിട്ട് കുറേ 2-3 എണ്ണം കിട്ടി, അത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരത് ബാക്കിയതാ കൂട്ട് കയറി ഉള്ളിലുണ്ട്. ഇതാ മുട്ടയിടാൻ കയറി കുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളെ കോഴി മക്കളൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല അടിപൊളി കോഴി മക്കളാണ് എനിക്ക് കിട്ടിയത്. നല്ല ഞാൻ പിന്നെ ആദ്യത്തേത് കൊടുക്കാണ്ട് നിന്നതിനെ കൊണ്ട് എനിക്കൊരു കാര്യമായി. കാരണം എന്ന് വെച്ചാൽ നല്ല മക്കളെയാണ് കിട്ടിയത്. നല്ല അടിപൊളി മക്കൾ, ഒറ്റയൊന്നും മോശമായി പോയില്ല. ചത്തൊക്കെ പോയെന്ന് വെച്ചാൽ അല്ലാണ്ട് ബാക്കി കിട്ടിയതൊക്കെ നല്ല കോഴിമക്കളാണ്. ഒരു 10 എണ്ണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 11 എണ്ണം നിലവിലുണ്ട്. അപ്പോൾ ഒരു ഉഷാറായിട്ട് ഇതിലൊക്കെ ഓടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴികളൊക്കെ അതാ പിന്നെ ഈ കോഴി മുട്ടയിടാനുള്ളതാ കേട്ടോ. ഇത് മുട്ടയിടാനാവുന്നേ ഉള്ളൂ. നല്ലൊരു നാടൻ കോഴിയാണ് ഇത്. ഞാൻ ഈ ഒരു നമ്മളെ ഈ കോഴിമക്കളെ ഈ ഒരു പ്രായമായ സമയത്ത് പിന്നെ ഇതിന് നമ്മളൊരു പൂവനുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കാണുന്ന ആ പൂവന് പിന്നെ ഒരു കറുത്തൊരു കോഴിക്കുട്ടി കൂടി ഉണ്ടായിരുന്നേ. ഈ 3 എണ്ണത്തിന് പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയതായിരുന്നു. അന്ന് ചെറുതായപ്പോൾ കൊണ്ടുവന്നപ്പോൾ നല്ല മക്കളായിരുന്നു 3. അതിലൊന്നിനാ ആ കറുത്ത കോഴിക്കുട്ടി ഉണ്ടായിരുന്ന അതിനെ ഒരിക്കൽ പുറത്ത് വിട്ട സമയത്ത് പൂച്ച പിടിച്ചുകൊണ്ടുപോയി. അതിൽ ബാക്കി വന്നതാണ് ആ പൂവനും ഈ കോഴിയും. അത്യാവശ്യം നല്ല സൈസുള്ള നല്ല അടിപൊളി നാടൻ കോഴികളാട്ടോ. രണ്ടും നാടനാണ്. നല്ല ഒരു നമ്മൾ സാധാരണ നാടൻ കോഴി കുറച്ചൊരു വലുപ്പവും പിന്നെ ഒരു കാണാൻ തന്നെ എന്തൊക്കെയോ ഒരു മിനുസം പോലെയാണ് കാണുമ്പോൾ. നല്ലൊരു തടിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കോഴിയാണ്, നാടനാ. അത് മുട്ടയിട്ട് തുടങ്ങിയില്ല, മുട്ടയിടാനാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നേരത്തെ ഞാൻ നോക്കുമ്പോൾ കൂട്ടിലിങ്ങനെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോയി നോക്കുമ്പോൾ മുട്ടയൊന്നും ഇട്ടില്ല. ചിലപ്പോൾ കൂടൊക്കെ ഒന്ന് ഇവർക്ക് അങ്ങനെയാണല്ലോ, മുട്ടയിടാനാകുന്ന സമയത്ത് കുറേ നേരം ഒന്ന് കൂട്ടിലൊക്കെ കയറിയിരുന്ന് അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ പിന്നെയല്ലേ ആരോ ഒരു സ്ഥലം ഒപ്പിച്ചിട്ടല്ലേ അവിടെ കയറിയിരിക്കുക. അപ്പോൾ ഇന്ന് മുട്ടയൊന്നും ഇട്ടില്ല, മുട്ടയിടാനായിട്ടുണ്ട് ഓള്. അപ്പോൾ നമ്മളെ വെള്ളക്കോഴികളൊക്കെ മുട്ടയിടുന്ന പോലാണ്. ഞാനിപ്പോൾ ആ പൂവനെ ഞാൻ കൊടുക്കാൻ വെച്ചതാട്ടോ. എങ്കിൽ ആ വെള്ളപ്പൂവനെ ഞാൻ ഇപ്പോൾ കൊടുക്കാൻ വെച്ചതാണ്. കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന മക്കളൊക്കെ അധികവും വെള്ളയായി പോയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഈ വാങ്ങുന്ന ആളുകൾ പൂവന് വേണ്ടി ഭയങ്കര വിളിയാണ്. എല്ലായിടത്തുനിന്നും വിളിയാണ്, പൂവനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഈ വെള്ളയ്ക്ക് ഇപ്പോൾ ഡിമാൻഡില്ല. വെള്ളപ്പൂവനെ ആർക്കും വേണ്ട. പിന്നെ ഇങ്ങനത്തെ നമ്മളെ ഈ മോഡൽ ഇങ്ങനത്തെ ഒക്കെ പൂവന്മാരെയാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ ഇവനെ എനിക്ക് കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിക്ക് ഓനെ ഞാൻ കൊടുക്കുന്നില്ല. ഓനെ അടക്കട്ടെ. ഓനെ വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടി ആ ഒരു ഇതിലുള്ള മക്കളെ വിരിയിച്ചിറക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ള ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി. വെള്ളയിൽ കുറേ ഇപ്പോൾ വിരിയിക്കുന്ന മക്കളൊക്കെ വെള്ളയാണ് വരുന്നത്. അപ്പോൾ ആർക്കും ഇപ്പോൾ ഇടയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ പൂവന് വെള്ളയായി പോയിട്ട് ആർക്കും അത്ര വേണ്ടാത്തൊരു അവസ്ഥയിലാണ് പൂവൻ. നമ്മൾക്ക് അല്ലാണ്ട് ഈ കഴിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ വെള്ളം ആരെങ്കിലും വാങ്ങി കൊണ്ടുപോകും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾക്ക് വെള്ളേനെ ആരും കൊണ്ടുപോകുന്നില്ല. അതാണിപ്പോൾ മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ ഈ ചെങ്ങായിനെ ഒഴിവാക്കാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ചോദിക്കുന്നവർക്കൊന്നും വെള്ളേനെ കൊണ്ട് വേണ്ട. അപ്പോൾ പീടിക കൊടുത്താൽ ശരിയാവില്ല. പീടിക കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന വില കിട്ടില്ല. പിന്നെ നമ്മൾ അല്ലാണ്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ ആ ഒരു വില കിട്ടുക. അതിപ്പോൾ എന്ത് സാധനമായാലും കോഴിമുട്ട ആയാലും പീടിക കൊടുത്താൽ നമ്മൾ പുറത്ത് കൊടുക്കുന്ന വില എന്തായാലും പീടിക കിട്ടില്ല. അപ്പം അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ പൂവന്മാരെ ചോദിച്ചാൽ ഇവന് ഉണ്ടെങ്കിലും ഇവനെ ഞാൻ കൊടുക്കാത്തത് ഇവനെവിടെ വെച്ചതാണ് ഞാൻ. ഇവനെ ഉള്ളൂ ഇപ്പോൾ ഒരു പിന്നെ കാര്യമായിട്ടൊരു ഇതായിട്ട്. കാരണം ഇപ്പം എനിക്കൊരു ഇത് തോന്നുക, കഴിഞ്ഞ പ്രാവശ്യം ആ പൂവനെ കൊടുക്കാണ്ട്
നിന്നാൽ മതിയായിരുന്നു. ഈ 2 പൂവന്മാരെന്തായാലും എനിക്ക് ഇവിടെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് അതിനെ കൊടുത്തുപോയി. ഇനിയിപ്പോൾ വെള്ളക്കാരനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയെടുക്കണം. ഇവൻ അത്യാവശ്യം നല്ല പൂവനാട്ടോ. ഇവനെ കൊടുക്കാൻ തോന്നില്ല, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവനിവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കി ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈ വെള്ളേനെ കൊടുത്തിട്ട് വേറെ പിന്നെ ഒരു നാടന നല്ല അടിപൊളി ഒരു നോക്കിയിട്ട് ഒരു പൂവനെ വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ഇവനിവിടെ നിൽക്കട്ടെ. അല്ല, ഇവനെ നിർത്തുന്നില്ല. ഇവനെ ഞാൻ കൊടുക്കും. ഇവനെ കൊടുത്തിട്ട് പിന്നെ വേറെ ഒന്നിനെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം നല്ല പൂവനാട്ടോ, നല്ല അടിപൊളി പൂവനൊക്കെ തന്നെ. പക്ഷേ ഇവനപ്പോൾ വെള്ള കളറായതിനെ കൊണ്ട് നമുക്ക് നമ്മളൊരു ഇതിന് അത് കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വെള്ളപ്പൂവൻ്റെ ഒരു വിഷയം വരുന്നതിനെ കൊണ്ട് പൂവന്മാർ വാങ്ങുന്നവർക്ക് അത് പോവില്ല. അപ്പോൾ അതാണ് ഇവനെ ഒഴിവാക്കാനുള്ള കാര്യം. പിന്നെ നമ്മൾ പിടക്കോഴികളൊന്നും നമ്മളങ്ങനെ ഒഴിവാക്കിയ കാര്യമൊന്നുമില്ല. ഓരോക്കെ ഞാനിവിടെ മാക്സിമം നിർത്തുക. പിന്നെ അവളെ ഇപ്പോൾ പറഞ്ഞ നമ്മളെ കോഴിമക്കൾ, ഇപ്പോൾ വലിയ കോഴിമക്കളില്ലേ, ഈ പറഞ്ഞ ആദ്യം വിരിഞ്ഞ മക്കളുണ്ടല്ലോ, അതിലെല്ലാം അത്യാവശ്യം പെടകളാണ് കേട്ടോ. ഈ പൂവ് അത് ആ ഒരു കോഴിക്കുട്ടീനെ മാത്രം എനിക്ക് ഒരു സംശയം, അത് പെടയാണോ പൂവനാണോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ബാക്കിയെല്ലാം പെടയാണ്. പൂവന്മാർ എനിക്ക് തോന്നുന്നു അതിൽ കുറവായിരുന്നു. പിന്നെ ഇത് മാത്രമാണ്, ഇത് പെടയാണോ ഇത് പൂവനാണെന്ന് എനിക്ക് സംശയമുള്ളത്. ബാക്കിയൊക്കെ പെടയാണ്. അപ്പോൾ അതൊരു കാര്യമായി. നമുക്കിവിടെ വെക്കാനുള്ളതിനെ കൊണ്ട് എല്ലാം പെടേനെ കിട്ടിയത് ഒരു കാര്യമായി. പിന്നെ ഞാൻ വേറെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഓരോ സ്ഥലത്ത് പോയാൽ ആദ്യം കോഴിയുള്ള എവിടെ പോയാലും അവിടെ നിന്ന് നോക്കും ഞാൻ കോഴികളെ. കാരണം എത്ര കോഴീനെ കിട്ടിയാലും മതിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത്. കാരണം അത്ര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഓരോ തരം കോഴികളുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ചുകൂടി പണിയുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കോഴികളെ ഏറെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച്.